ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവജനമേ, നിത്യജീവൻ ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ പ്രത്യാശയുടെ ഈ കാലഘട്ടങ്ങളിൽ, പ്രത്യാശയുടെ തീർത്ഥയാത്ര എന്ന ഈ ജൂബിലി വർഷത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ഈ നിത്യജീവൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വിശുദ്ധിയുടെ വലിയൊരു കാറ്റ് വീശട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ട്. 5 ബെനിഫിറ്റുകളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. പ്രായോഗികതയിൽ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി കൊണ്ടുവരുന്ന ഗുണങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നൽകാവുന്ന ഏറ്റവും പ്രയോജനകരമായ 5 കാര്യങ്ങളാണ് ഇന്ന് ഈ നിത്യജീവൻ ശുശ്രൂഷ പങ്കെടുക്കുന്ന നിങ്ങളോട് പങ്കുവയ്ക്കാൻ അച്ഛൻ ആഗ്രഹം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, എന്താണ് വിശുദ്ധി എന്നത്? നമ്മുടെ ബെനഡിക്റ്റ് പാപ്പ, ദിവംഗതനായ ബെനഡിക്റ്റ് പാപ്പ 2007 ജനുവരിയിൽ ദൈവജനത്തെ കാണുന്നതിടയിൽ പറഞ്ഞു വെച്ച ഒരു വാചകമുണ്ട്. ഒരിക്കലും പാപം ചെയ്യുകയോ പാപം ചെയ്യാതിരിക്കുകയോ എന്നതല്ല വിശുദ്ധി. മാനസാന്തരത്തിനും വീണ്ടും നല്ല ജീവിതം ആരംഭിക്കാനുള്ള സന്നദ്ധതയ്ക്കും പ്രത്യേകിച്ച് അനുരഞ്ജനത്തിനും ക്ഷമയ്ക്കുമുള്ള കഴിവാണ് വിശുദ്ധി. അപ്പോൾ പാപം ചെയ്തുവോ പാപം ചെയ്തില്ലോ എന്നതിൻ്റെ നീക്കിരിപ്പുകളല്ല വിശുദ്ധി എന്ന് പറയുന്നത്. മറിച്ച് പിതാവ് പറയുകയാണ്, വീണ്ടും നല്ലൊരു ജീവിതം ആരംഭിക്കാനുള്ള ഒരു സന്നദ്ധതയാണ് വിശുദ്ധി. എൻ്റെ ജീവിതത്തെ കൂടുതൽ നന്നാക്കണമെന്നുള്ള എൻ്റെ ആഗ്രഹമാണ് എൻ്റെ വിശുദ്ധി. പ്രത്യേകിച്ച് അനുരഞ്ജനം, ദൈവവുമായിട്ട് അനുയോജിപ്പിക്കപ്പെടാനുള്ള എൻ്റെ അനുരഞ്ജനങ്ങൾ, പ്രത്യേകിച്ച് ക്ഷമിക്കാനുള്ള ഒരു മനസ്സ്, ഇതെല്ലാമാണ് അതിനുള്ളൊരു കഴിവിൻ്റെ പേരാണ് വിശുദ്ധി. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ പിതാവ് നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യം ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ സ്വന്തമാക്കാനുള്ള ആത്മീയ കഴിവിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ വിശുദ്ധി. തീർച്ചയായിട്ടും നിത്യജീവൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും വേണ്ട ഒരു കഴിവാണ് വിശുദ്ധി. സ്നേഹമുള്ളവരെ, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ കഴിയുകയില്ലെന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ആഴത്തിൽ ഈ 5 ബെനിഫിറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വ്യക്തിപരമായി പ്രായോഗിക തലത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധി നൽകുന്ന കൃപകളെ സ്വന്തമാക്കാൻ നമുക്ക് ഇന്ന് ദിവസം പ്രാർത്ഥിക്കാം. അതുകൊണ്ട് വിശുദ്ധി കഠിനമായി തോന്നിയേക്കാം. ചിലർ പറയാറുണ്ട്, വിശുദ്ധ ജീവൻ നയിക്കുമ്പോൾ എന്തൊരു പാടാണ് വിശുദ്ധ ജീവൻ നയിക്കാൻ. അങ്ങനെ ഒരു തോന്നൽ ലോകത്തുണ്ട്. രണ്ടാമത്തത്, പ്രായോഗികമായി ത്യാഗങ്ങൾ ആവശ്യപ്പെടുന്നതാണ് വിശുദ്ധി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവവുമായി അടുക്കാനുള്ള ത്യാഗങ്ങളെ ഒരു വലിയ ഭാരമായിട്ട് നമ്മൾ കാണേണ്ട ഒരു ആവശ്യമില്ല. മറിച്ച് ദൈവത്തെ സ്വന്തമാക്കാനുള്ള ഒരു വ്യക്തിയുടെ, ഒരു ആത്മാവിൻ്റെ ആഗ്രഹത്തെയാണ് ത്യാഗം എന്ന് പറയുന്നത്. കാരണം ലോകത്തെ പരിത്യജിക്കുകയും ദൈവത്തെ സ്വന്തമാക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഒരു ത്യാഗം. അതുകൊണ്ട് വളരെ ത്യാഗങ്ങളും ഉപേക്ഷകളും കടന്നു വരുമ്പോൾ യഥാർത്ഥത്തിൽ വിശുദ്ധി എന്നത് നമുക്ക് നേടാൻ കഴിയും. അതുകൊണ്ട് ലൗകിക പ്രവർത്തനങ്ങളെ നമ്മൾ പെരുമാറ്റം കൊണ്ടും മനോഭാവം കൊണ്ടും നല്ലതാക്കുന്നതാണ് വിശുദ്ധി. നമ്മുടെ ഭൗതികമായ കാര്യങ്ങളെ, ലൗകികമായ കാര്യങ്ങളെ പ്രാർത്ഥന കൊണ്ടും പരിത്യാഗം കൊണ്ടും അതിനെ വിശുദ്ധീകരിച്ച് ദൈവീകമായ നിലപാടുകളിൽ എല്ലാം കാണാനുള്ള കഴിവിനെ വിശുദ്ധി എന്ന് പറയും. അതൊരു വലിയ നേട്ടം തന്നെയാണ്. കാരണം സുഖത്തിൻ്റെ ഇടയിലും ദൈവത്തെ നമ്മൾ സ്വന്തമാക്കിക്കൊണ്ട് ആ സുഖത്തെ കൂടുതൽ പരിശുദ്ധമായ ഒരു സുഖമാക്കി മാറ്റുന്നു. നമ്മുടെ സന്തോഷങ്ങളെ പരിശുദ്ധമായ സന്തോഷങ്ങളാക്കി മാറ്റുന്നു. അപ്പോൾ എല്ലാത്തിലും ഒരു പരിശുദ്ധിയുടെ അവലോകനങ്ങൾ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഈ വിശുദ്ധി സ്വന്തമാക്കുക. നമുക്ക് ഈ 5 കാര്യങ്ങൾ പ്രധാനമായിട്ട് ഇന്നത്തെ ദിവസം ചിന്തിക്കാം. ഒന്നാമതായിട്ട്, വിശുദ്ധി ദൈവവുമായുള്ള അടുപ്പം വളർത്തുകയും ആത്മീയതയിലും സ്ഥിരതയിലും നമുക്ക് ജീവിക്കാനുള്ള ഒരു കൃപ ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വിശുദ്ധി എന്നത് ദൈവവുമായുള്ള ഒരു അടുപ്പം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് വിശുദ്ധി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ദൈവവുമായിട്ട് അടുക്കാൻ സാധിക്കും. അപ്പോൾ ദൈവവുമായിട്ട് അടുക്കാനുള്ള ഒരു മാർഗമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധി. അതൊരു വളർച്ചയാണ്, ആത്മീയ ജീവിതത്തിലെ ഒരു വളർച്ചയാണ് വിശുദ്ധി. ദൈവം നോക്കുന്നത് നീ എത്ര വളർന്നു എന്നുള്ളതല്ല, എത്രമാത്രം ദൈവത്തിൽ വളർന്നു എന്നുള്ളതാണ്. ദൈവം നോക്കുന്നത് നമ്മൾ എത്രമാത്രം വചനം അറിഞ്ഞു എന്നുള്ളതല്ല, വചനം ജീവിച്ച് എത്രമാത്രം വിശുദ്ധിയിൽ സ്വന്തമാക്കി എന്നുള്ളതാണ്. നീ എത്ര കൂദാശകളിൽ പങ്കെടുത്തു എന്നുള്ളതല്ല, എത്രമായി നീ വിശുദ്ധ കൂദാശകളെ വിശുദ്ധമായി കണ്ടു എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സങ്കീർത്തന പുസ്തകത്തിലെ 15-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള സങ്കീർത്തനം കൃത്യമായിട്ട് നമ്മളെ ഈ വിശുദ്ധ ജീവിതത്തിൻ്റെ ദൈവവുമായുള്ള അടുപ്പത്തെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ആ വചനഭാഗം ഒന്ന് കേട്ട് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 15, 1 മുതൽ 5 വരെ. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും? നിഷ്കളങ്കമായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന്
സത്യം പറയുകയും ചെയ്യുന്നവൻ, പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ, ദുഷ്ടനെ പരിഹാസകനായി കരുതുകയോ ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ച് പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ, കടത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷകനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ, ഇങ്ങനെയുള്ളവൻ നിർഭാഗ്യവാനായിരിക്കും, അവൻ ഭാഗ്യവാനായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയുക, ഒന്നാമത് പറയുന്നത് അങ്ങയുടെ കൂടാരത്തിൽ ആരാണ് വസിക്കുക. നമ്മൾ ഇപ്പോൾ പുരോഹിതരും സിസ്റ്റേഴ്സൊക്കെയും ചെല്ലുന്ന യാമപ്രാർത്ഥനകളിൽ വലിയൊരു സങ്കീർത്തനമാണ് സങ്കീർത്തനം 15. അതിൽ ആദ്യം തന്നെ ഇങ്ങനെ പറയാം, കർത്താവിൻ്റെ കൂടെ വസിക്കുന്നവരാരായിരിക്കും? അങ്ങയുടെ വിശുദ്ധ ഗിരിയിൽ വാസമുറപ്പിക്കുന്നവർ, നിഷ്കളങ്കമായി ജീവിക്കും. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തെ നിഷ്കളങ്കമാക്കുക, നീതി മാത്രം പ്രവർത്തിക്കുക, ഹൃദയം തുറന്ന് സത്യം പറയുക. ഇന്ന് അസത്യങ്ങൾ വിളിച്ചൂതുന്ന മാധ്യമ പ്രവർത്തനങ്ങളിൽ, ഇന്ന് സഭയുടെ ചില കാര്യങ്ങളിൽ പോലും ഇന്ന് സത്യം മറച്ചു വയ്ക്കപ്പെടുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരദൂഷണങ്ങൾ പറഞ്ഞു പരത്തുന്ന, സ്നേഹിതരെ ദ്രോഹിക്കുന്ന അനേകം കൂട്ടർ മനുഷ്യർ, ഇവരാരും ദൈവത്തിൻ്റെ വാസം ഉറപ്പിക്കും, ദൈവിക കൂടാരങ്ങളിൽ വാസം ഉറപ്പിക്കുന്നില്ല. അതുകൊണ്ട് തിരിച്ചറിയാം, ദൈവത്തോട് കൂടെ വസിക്കണമെങ്കിൽ ഒന്ന് നിഷ്കളങ്കമായൊരു ഹൃദയം വേണം, മറ്റൊന്ന് ജീവിതത്തിൽ സത്യം പറയുന്ന വ്യക്തികളാകണം. അതുപോലെ തന്നെ നമ്മൾ പലിശ കൊടുത്ത് ജീവിക്കരുത്. ഇന്നത്തെ കാലത്ത് അനേകം മനുഷ്യരെ നശിപ്പിച്ച ഒരു വലിയ തിന്മയാണ് ഈ പലിശയ്ക്ക് പണം കൊടുക്കുക. ഞാൻ ഈ അടുത്ത് ഒരു വ്യക്തിയെ കണ്ടുമുട്ടാൻ, ആ വ്യക്തി തകർന്ന് തരിപ്പണമായി. അപ്പോൾ ആ വ്യക്തിയോട് സംസാരിച്ച ആ വ്യക്തി പറയുക, അച്ഛാ, ഞങ്ങൾ കുറച്ച് പലിശയ്ക്ക് ഒരാളുടെ നിന്ന് മേടിക്കും, എന്നിട്ട് അടുത്ത ആൾക്ക് വെക്കും, അത് ഞങ്ങൾ ഇരട്ടി പലിശയ്ക്ക് ആൾക്ക് വെക്കും, ആളും ചെയ്യും അതെടുത്തിട്ട് വേറൊരാൾക്ക് അതിനേക്കാൾ കൂടുതൽ പലിശയ്ക്ക് വെക്കും. അങ്ങനെ മേടിച്ച ആൾ മുങ്ങാണ്, ആളില്ല, നാട് വിട്ടു പോകുന്നു. പിന്നെ ഈ 3 കൂട്ടരും അതിൻ്റെ ദുരിതം അനുഭവിക്കുക. അപ്പോൾ പണം വെച്ച് തന്നെ, പലിശയ്ക്ക് മേടിച്ച് തന്നെ പലിശയെ കൂട്ടി വെക്കുക, അത് തന്നെ ഈ ലോകത്തിൽ വലിയൊരു തിന്മയാണ്. ഇതുപോലെയാണ് മനുഷ്യൻ ഈടാക്കുന്ന പലിശകളെല്ലാം ഇന്ന് സമ്പത്തിന് വേണ്ടിയിട്ടാണോ സൗകര്യത്തിന് വേണ്ടിയിട്ടാണോ? ഇന്ന് അനേകരുടെ ബിസിനസ്സാണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണം കൊടുത്ത് അവരെ വേദനിപ്പിച്ച് അതിൽ കൂടുതൽ മേടിക്കുക. ശരിയാണ്, സഹായിക്കും, നല്ലതാണ്. സഹായം എന്ന നന്മയുടെ രൂപത്തിൽ അനേകരുടെ കണ്ണുനീരിൻ്റെ ശാപങ്ങൾ കുടുംബത്തിലേക്ക് മേടിച്ച് വെച്ചിട്ട് ഉള്ള സമ്പത്ത് പോലും നഷ്ടപ്പെടുന്ന അനേകർ ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് വിശുദ്ധിയുള്ളവരെ ആദ്യം അറിയേണ്ടത്, ദൈവവുമായിട്ടുള്ള അടുപ്പത്തിൽ എനിക്കെതിരായി വരുന്ന എൻ്റെ അധ്വാന മാർഗങ്ങൾ പോലും ഞാൻ ഉപേക്ഷിക്കേണ്ട കാലഘട്ടങ്ങൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് കടക്കാം. വിശുദ്ധ ജീവിതം നമ്മെ ദൈവ ഇഷ്ടങ്ങൾക്കായി ഉപയോഗപ്രദവും ഫലപ്രദവുമാകുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മളെ ഉപയോഗപ്രദമുള്ള ആളാക്കുന്നു, അതുപോലെ നമ്മിൽ ഫലങ്ങളുള്ള വ്യക്തികളാക്കുന്നു. അത് നമ്മൾ കാണുന്നത് 2 തിമോത്തി 2-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങളാണ്. 20 മുതൽ 26 വരെ. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ. വചനം ഇങ്ങനെയാണ് പറയുന്നത്, ഒരു വലിയ ഭവനത്തിൽ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും തീർത്ത പാത്രങ്ങൾ മാത്രമല്ല, മരം കൊണ്ടും മണ്ണ് കൊണ്ടും തീർത്തവ ഉണ്ടായിരിക്കും. അവയിൽ ചിലത് മാന്യമായ കാര്യത്തിനും ചിലത് മാന്യത കുറഞ്ഞ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. ഒരുവൻ നിഷ്കളങ്കമായ അവസ്ഥയിൽ നിന്ന് തന്നെ ശുദ്ധീകരിക്കുന്നെങ്കിൽ അവൻ ശ്രേഷ്ഠമായ ഉപയോഗത്തിന് പറ്റിയതും ഗൃഹനായകന് പ്രയോജനകരവും ഏതൊരു നല്ല കാര്യത്തിനും ഉപയോഗപ്രദവുമായ വിശുദ്ധ പാത്രമാകും. അതിനാൽ യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടി അകലുക. പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് നീതി, വിശ്വാസം, സ്നേഹം, സമാധാനം എന്നിവയിൽ ലക്ഷ്യം വയ്ക്കുക. മൂഢവും ബാലിഷ്ടവുമായ വാദപ്രതിവാദത്തിൽ ഏർപ്പെടരുത്, അവ കലഹങ്ങൾക്കിടയാകുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനാകരുത്, എല്ലാവരോടും സൗമ്യനും യോഗ്യമായ അധ്യാപകനും ക്ഷമാശീലനുമായിരിക്കണം. എതിർക്കുന്നവരെ അവർ സൗമ്യതയോടെ തിരുത്തണം. സത്യത്തെക്കുറിച്ചും പൂർണ്ണബോധ്യത്തെക്കുറിച്ചും മടങ്ങി വരാനുതകുന്ന അനുതാപം ദൈവം അവർക്ക് നൽകിയെന്നിരാനും. പിശാച് തൻ്റെ ഇഷ്ട നിർവഹണത്തിന് വേണ്ടി അവരെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവർ സുബോധം വീണ്ടെടുത്ത് ആ കെണിയിൽ നിന്ന് രക്ഷപ്പെടണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുന്നത് ഈ വിശുദ്ധ ജീവിതം ദൈവേഷ്ടങ്ങൾക്ക് വേണ്ടിയാണ്. ആദ്യമേ ഇവിടെ നമ്മളോട് പൗലോസ്ലീഹ പഠിപ്പിക്കുക 2 തരം പാത്രങ്ങൾ, ഒന്ന് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഉണ്ടാകും. ഇത് രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. ഇതുപോലെ മരം കൊണ്ടും മണ്ണുകൊണ്ടും നിർമ്മിച്ചത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഇവയിൽ ചിലത് മാന്യതയ്ക്കും ചിലത് മാന്യത കുറഞ്ഞതാണ്. നമ്മൾ ചിന്തിച്ചോളൂ, വിശുദ്ധമായതിനെ വിശുദ്ധമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുള്ളൂ, അശുദ്ധമായതിനെ ഈ ലോകം അശുദ്ധമായ കാര്യം. ഇന്ന് നമ്മൾ കാണുന്ന പല കാര്യങ്ങളുണ്ട്. ഇന്ന് കാണുന്ന മാഗസിനുകളും TV യിൽ കാണുന്ന പല ന്യൂസുകളും നമുക്കറിയാം. മാന്യത കുറഞ്ഞ സംസാരങ്ങൾ
കൊണ്ട് മാന്യമായ രീതിയിൽ ആരും ആ വ്യക്തിയെ കാണുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടാൽ അദ്ദേഹം അറിയാം അദ്ദേഹത്തിന് മാന്യതയൊന്നും. ഇന്ന് ലോകം തന്നെ വിധി എഴുതുന്ന മാന്യത കുറഞ്ഞ സംസാരങ്ങൾ, മാന്യത കുറഞ്ഞ പ്രവൃത്തികളുള്ള വ്യക്തികളെ മാന്യമായിട്ട് ആരും കാണില്ല. അതാണ് ഇവിടെ പറയുന്നത്. രണ്ട് തരം പാത്രങ്ങളുണ്ട്, ഒന്ന് സ്വർണ്ണവും വെള്ളിയും. അപ്പോൾ നല്ലത് നല്ലതിന് ഉപയോഗിക്കും, തിന്മതിന് ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ വിശുദ്ധ ജീവിതം കണ്ട് മനുഷ്യൻ പറയണം ഈ വ്യക്തിയെ ഒരിക്കലും തിന്മയ്ക്ക് ഉപയോഗിക്കരുത്. കാരണം ഇത് വിശുദ്ധമായതാണ്. വിശുദ്ധമായത് വിശുദ്ധിയോട് ചെയ്യുന്നവർ വിശുദ്ധരായി തീരുമെന്ന് ജ്ഞാനം 6:10 പറയുന്നത് കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ വാക്കുകൾ മാന്യമാണോ, നിന്റെ പ്രവൃത്തികൾ മാന്യമാണോ, നീ മറ്റുള്ളവരുമായി ബന്ധപ്പെടുമ്പോൾ നിന്റെ മാന്യത മറ്റുള്ളവർക്ക് മനസ്സിലാക്കുന്നുണ്ടോ, നിന്റെ സംസാരങ്ങൾ മാന്യമാണോ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, മാന്യത കുറഞ്ഞവരെ ഇഷ്ടപ്പെടുന്ന മാന്യത കുറഞ്ഞ വ്യക്തികളുണ്ട്. അവർ മാത്രം ഇഷ്ടപ്പെടുകയുള്ളൂ. കാരണം മാന്യമായ ആരും അവരെ ഇഷ്ടപ്പെടില്ല. അതുപോലെ പറയുക, നികൃഷ്ട അവസ്ഥയിൽ തന്നെ ശുദ്ധീകരിക്കണമെങ്കിൽ അവ ശ്രേഷ്ഠമായ ഉപയോഗത്തിനുള്ള ഒരു ഗൃഹനാഥന് ഉപയോഗിക്കപ്പെടണം. അപ്പോൾ ഇങ്ങനെ മാന്യത കുറഞ്ഞൊരു വസ്തു അനുദപിച്ച് തിരിച്ചു വരുമ്പോൾ അത് എടുക്കുന്ന വ്യക്തി അതിനെ മാന്യമായിട്ട് ചെയ്യും. നമുക്കറിയാലോ, ചില നശിപ്പിക്കപ്പെട്ട വസ്തുക്കളെ എടുത്ത് അത് റീകൺസ്ട്രക്ഷൻ ചെയ്ത് അതിനെ പുനർനിർമ്മിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതുപോലെയാണ് പല അശുദ്ധമായതിനെയും നമ്മൾ അനുദപിച്ച് തിരിച്ചു വരുമ്പോൾ സഭയിൽ ഒരു ക്രമീകരണം വരും. അതാണ് കുമ്പസാരം എന്ന കൂദാശ. ഒരു വ്യക്തിയെ റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നതാണ്, അവനെ പുനർക്രമീകരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങൾ അശുദ്ധമായി പോയിട്ടുണ്ടെങ്കിൽ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരുടെയും ജീവിതം അശുദ്ധമായി പോയിട്ടുണ്ടെങ്കിൽ അത് വിശുദ്ധ പാത്രമായി തീരാൻ, വിശുദ്ധ ബലിപീഠങ്ങളിൽ ഇരിക്കുന്ന വിശുദ്ധ പാത്രമാകുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് വിശുദ്ധ ആത്മാക്കളുടെ ജീവിതമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒന്നാമത്തെ കാര്യം പറഞ്ഞു, മൂഢവും ബാലിഷ്ടവുമായ വാദപ്രതിവാദങ്ങളിൽ നമ്മൾ ഏർപ്പെടുത്തരുത്. ഒരു ഉപകാരമില്ലാത്ത കാര്യങ്ങൾ കേൾക്കാനോ ഉപകാരമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് വാക്തോരാതെ സംസാരിക്കാനോ ഇനി നമ്മൾ പോകരുത്. അതെന്തുണ്ടാക്കും? അത് കലഹങ്ങൾക്കിടയാക്കുമെന്ന് ദൈവവചനം പറയുക. എന്നിട്ട് പറയുക, അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് പോകുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ദാസരല്ല, കലഹപ്രിയരായിത്തീരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആവശ്യമില്ലാത്ത സംസാരങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകരുത്. അതുകൊണ്ട് പിശാചിന് ഇഷ്ടം നിർവഹണത്തിനല്ല, ദൈവത്തിൻ്റെ ഇഷ്ട നിർവഹണത്തിനായി നമുക്ക് ഒരുങ്ങാം. മൂന്നാമത്തെ കാര്യത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ കാര്യം ഇങ്ങനെയാണ് പറയണേ, നമ്മുടെ വിശുദ്ധ ജീവിതം നമുക്ക് ചുറ്റുമുള്ള ദൈവത്തെ, ചുറ്റുമുള്ള ആൾക്കാരുടെ മുന്നിൽ ദൈവം മഹത്വപ്പെടും. നമ്മുടെ വിശുദ്ധ ജീവിതം നമുക്ക് ചുറ്റുമുള്ളവരുടെ ഇടയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതമായിട്ട് മാറും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മളെ പഠിപ്പിക്കുന്നത് 1 പത്രോസ് 2-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങളാണ്. 1 പത്രോസ് 2-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ അത് ഓർമ്മപ്പെടുത്തുന്നത്. അതിങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനവും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വചനം ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിതരും വിശുദ്ധ ജനവും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. എന്നിട്ട് പറയാ, അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മയെ നിങ്ങൾ പ്രകീർത്തിക്കുവൻ. ദൈവത്തിൻ്റെ നന്മ നമ്മൾ പ്രകീർത്തിക്കേണ്ട കാലഘട്ടമാണ് ഈ കാലഘട്ടം. തുടർന്ന് പറയുക, മുൻപ് നിങ്ങൾ ഒരു ജനമായിരുന്നില്ലേ, ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ജനമായിരിക്കുന്നു. നിങ്ങൾ മുമ്പ് ഒരു ജനമായിരുന്നില്ല, നിങ്ങൾ പല ഇതിലിവിടെ. എന്നാൽ ഇന്ന് പരിശുദ്ധ കുർബാന വഴി, ഈശോ വഴി നമ്മൾ ഒരു ജനമായിരിക്കുന്നു. എന്ന് പറയുക, മുമ്പ് നിങ്ങൾ കരുണ ലഭിച്ചിരുന്നില്ല, ഇപ്പോൾ നിങ്ങൾക്ക് കരുണ ലഭിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആത്മാവിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ശാരീരിക പ്രവണതകൾക്ക് പരദേശികളും വിപ്രവാസികളും എന്ന നിലയിൽ ഒഴിഞ്ഞു നിൽക്കാൻ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങൾ ഈ ലോകത്തിൻ്റെ തിന്മകൾക്കെതിരെ നിങ്ങളെ തന്നെ ഒഴിഞ്ഞു നിൽക്കാൻ നിങ്ങളെ പത്രോസ് ലീഗ നമ്മൾ ഉപദേശിക്കുക. തുടർന്ന് പറയുക, വിജാതിയുടെ ഇടയിലുള്ള നിങ്ങളുടെ പെരുമാറ്റം നന്നായിരിക്കട്ടെ. നമ്മുടെ ചുറ്റുമുള്ള വിജാതിയരുടെ മുന്നിൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാകാൻ ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ പെരുമാറ്റങ്ങൾ നന്നാവട്ടെ. നിങ്ങൾ ദുഷ്കർമ്മികൾ എന്നും നിങ്ങൾക്കെതിരായി പറയുന്നവർ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ട് പ്രത്യാഗമന ദിനം വരെ ദൈവത്തെ സ്തുതിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ 2-ാം വരവിൽ നമ്മളുടെ പ്രവൃത്തി കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജനമുണ്ടാകുവാൻ, നമ്മുടെ വിശുദ്ധ ജീവിതം ഒരു പ്രയോജനകരമായി തീരാൻ നമ്മൾ ആഗ്രഹിക്കണം.
നാലാമത്തെ കാര്യത്തിലേക്ക് അച്ഛൻ കിടക്കുകയാണ്. നാലാമത്തെ കാര്യം വിശുദ്ധി ദൈവവുമായി സമാധാനം സ്ഥാപിക്കുന്നൊരു കാര്യമാണ്. നമ്മുടെ വിശുദ്ധ ജീവിതം സമാധാനം സ്ഥാപിക്കാൻ നമുക്ക് കൃപ നൽകുന്നത്. 2 പത്രോസ് 3-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങളാണ് അത് വചനം നമ്മൾ ഓർമ്മപ്പെടുന്നത്. നമ്മുടെ വിശുദ്ധ ജീവിതം നമുക്ക് പ്രത്യേകിച്ച് സമാധാനം സ്ഥാപിക്കാൻ പറ്റും. ഒരു വിശുദ്ധരായൊരു വ്യക്തി ഒരു സമൂഹത്തിലുണ്ടെങ്കിൽ അവിടെ സമാധാനം ഉണ്ടാകും. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ സമാധാനം ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ വിശുദ്ധി എവിടേക്കോ പോരായ്മ വരുന്നുണ്ടെന്നാണ് ദൈവം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. വചനം പറയാണ് 2 പത്രോസ് 3-ാം അധ്യായം 10 മുതൽ, കർത്താവിൻ്റെ ദിനം കള്ളനെ പോലെ വരും. തുടർന്ന് പറയുക, അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ പ്രത്യക്ഷമാകും, മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാകും, ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും. തുടർന്ന് പറയുക, ഇതെല്ലാം നശ്വരമാകയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. ആകാശം തീയിൽ വെന്തു നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ആഗമന ദിനത്തെ പ്രത്യക്ഷീകരിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവൻ. നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാനം നമ്മെ കാത്തിരിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, അവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയുമില്ലാത്ത സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങൾ കാണപ്പെടാൻ ഉത്സുകരായിരിക്കുവിൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനം ഈ കാലഘട്ടത്തെ ഒത്തിരി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു TV ചാനലിൽ വന്ന് അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടത് ഞാൻ ഓർത്തു പോവാണ്. ആ വീഡിയോയിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഒരു കാറ്റഗറി തിരിച്ചിരിക്കുക. അതിൽ ഓരോന്നിനും കാറ്റഗറി തിരിച്ചിട്ടുണ്ട്. കഴിവുകളുടെ കാറ്റഗറി തിരിച്ചപ്പോൾ അതിൽ ഒത്തിരി പേര് വോട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ സുഖങ്ങളുടെ കാറ്റഗറിയിൽ ഒത്തിരി പേര് വോട്ട് ചെയ്തിട്ടുണ്ട്. സമ്പത്ത് എല്ലാത്തിലും വോട്ട് ചെയ്തു. അവസാനം ഒരു സെൻറ്റൻസ് കൊടുത്തു, ദൈവത്തിന് എല്ലാവരും 0 വോട്ട് ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതേ നാട്ടിൽ കാട്ടുതീ പടരുമ്പോഴും അവർ ഈ ദൈവത്തിന് കൊടുത്ത 0യ്ക്ക് കിട്ടുന്ന ഉത്തരങ്ങളുണ്ട്. ദൈവത്തെ അകറ്റുന്ന ജനത്തിൻ്റെ ഇടയിൽ ഇന്ന് പറഞ്ഞ ഈ വചനം കേട്ടോ, ഇവയെല്ലാം നശ്വരങ്ങളായാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തിയുള്ളവരാണ്. പാപം ചെയ്യാനും പാപത്തിൻ്റെ സുഖത്തിനും ഉപയോഗിച്ച ഒരു മലമുകൾ ഇന്ന് കത്തി നശിച്ചു എന്നുള്ളതാണ്. അതിനൊരു കാരണമുണ്ട്. ആകാശം തീയിൽ വെന്ത് നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ആഗമ ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്ക് ദൈവത്തെ തള്ളിക്കളയുമ്പോഴും തിരിച്ചറിയുക, ഈ ലോകത്താൽ സൃഷ്ടിക്കപ്പെട്ട ലോകത്തിൽ നമ്മൾ തന്നെ വെന്തുരുകുന്ന ഒരു അവസ്ഥ വരും. ഇന്ന് അങ്ങനെയാണല്ലോ. ദൈവത്തിന് സ്ഥാനമില്ല, ദൈവിക കാര്യങ്ങൾക്ക് സ്ഥാനമില്ല. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രതകളിലേക്ക് മനുഷ്യൻ പോവുകയാണ്. പ്രത്യേകിച്ച് സുഖത്തിന് വലിയ പ്രാധാന്യം, സമ്പത്തിന് വലിയ പ്രാധാന്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കാലഘട്ടം തെളിയിക്കുന്നുണ്ട്. പല കാടുകളും കത്തിയെരിയുമ്പോൾ, പല രാജ്യങ്ങളും സമ്പത്തിൽ ഉഴുന്നുകൂടി കിടക്കുമ്പോഴും അവരുടെ കഴിവ് ഉപയോഗിച്ചിട്ട് പോലും കെട്ടിക്കിടത്താൻ പറ്റാത്ത തീകൾ ആളിക്കത്തുമ്പോൾ ഇതെല്ലാം നമുക്ക് കാണിച്ചിരുന്ന കാലത്തിൻ്റെ അടയാളമുണ്ട്. ആ നാട്ടിൽ തന്നെ, ആ സ്ഥലത്ത്, ആ കത്തിയെരിഞ്ഞ സ്ഥലത്ത് തന്നെയാണ് ഈ ഒരു സെൻസേഷൻ എടുത്തിട്ട് ഈ വീഡിയോ ലോകം മുഴുവനും പ്രസിദ്ധീകരിച്ച് ദൈവത്തിന് ലോകത്തൊരു സ്ഥാനമില്ല. എന്നാൽ ഇന്ന് അവരുടെ കഴിവ് ഉപയോഗിച്ച്, അവർക്ക് സമ്പത്തുണ്ട്, കഴിവുണ്ട്, എന്നാൽ ഈ തീ കെടുത്താൻ ഇന്ന് വരെ സാധിക്കാത്തതിന് കാരണമുണ്ട്. പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൽ മനുഷ്യന് അസാധ്യമാണ് ചില കാര്യങ്ങൾ. ദൈവത്തിന് സാധ്യമായെടുത്ത് മനുഷ്യൻ്റെ അസാധ്യതകൾ അവൻ സ്വയം മനസ്സിലാക്കിയില്ലെങ്കിൽ തിരിച്ചറിയും. അതുകൊണ്ട് പറഞ്ഞേ, വിശുദ്ധി ചിലയിടങ്ങളിൽ സമാധാനമുണ്ട്, വിശുദ്ധി ഇല്ലാത്ത ഇടങ്ങളിൽ അസമാധാനങ്ങൾ രൂപപ്പെടും. അവിടെ പ്രകൃതി വരെ അവർക്കെതിരാകും എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഒരു നാട്ടിൽ തന്നെ ഒരു സ്ഥലത്ത് തണുത്തുറന്ന് കിടക്കുമ്പോൾ ഒരു സ്ഥലത്ത് വെന്തുരുകുന്ന ഒരവസ്ഥ, ഒരു സ്ഥലം തണുത്തുറഞ്ഞു കിടക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് വെന്തുരുകുന്ന അവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ടവർ, തിരിച്ചറിയുക, ഇതെല്ലാം വിശുദ്ധിയുടെ കുറവാണ്. അതുകൊണ്ട് നമുക്കറിയാലോ, ബൈബിളിൽ അബ്രാഹത്തോട് പറയുന്നുണ്ട്, നീ ആ നാട്ടിൽ ഒരു നീതിമാനെങ്കിലും കാണിച്ചു തന്നാൽ ആ നാടിനോട് ഞാൻ ചെയ്യുന്നത് ചെയ്യില്ല. അങ്ങനെ അബ്രാഹം ഒത്തിരി പേര് തേടിപ്പോകുന്നുണ്ട്, എന്നാൽ ഒരു മനുഷ്യനെ പോലും കണ്ടെത്താത്തതുകൊണ്ട് ആ ദേശം നശിപ്പിക്കപ്പെടുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദേശത്ത് ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ അവിടെ നീതിയോടെ വിശുദ്ധിയോടെ ജീവിച്ചാൽ ആ നാട്ടിൽ ആരും വിശ്വസിക്കുന്നില്ലെങ്കിലും നമ്മുടെ നീതി മൂലം ആ നാട് അനുഗ്രഹിക്കപ്പെടുന്നുള്ള സത്യം തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ കഴിവുകളുള്ളവരും പണമുള്ളവരും അല്ല നാടിൽ വേണ്ടത്, വിശുദ്ധിയുള്ളവരുണ്ടെങ്കിലേ ആ നാട് വളരുകയുള്ളൂ എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അഞ്ചാമത്തെ കാര്യവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ ഒരു വിശുദ്ധ ജീവിതം ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ഫലം പുറപ്പെടുകയും ചെയ്യും. നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ടിച്ചേർക്കലാണ്, ഒരു വിശുദ്ധ ജീവിതം ദൈവത്തെ പ്രസാദിപ്പിക്കും, അതുപോലെ ആ നാടിൽ, ആ ദേശത്ത്, കുടുംബത്തിൽ, വ്യക്തിയിൽ, ഇടവകയിൽ, സമൂഹത്തിൽ ഫലം പുറപ്പെടുവിക്കും. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള
ചെയ്യുവാനുള്ള വാക്യങ്ങളാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത്. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹത്തിൽ ജീവിക്കുവിൻ. അവിടുന്ന് നമുക്ക് വേണ്ടി സുരഭില കാഴ്ചകളും ബലികളുമായി തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിൻ്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും പേര് പോലും കേൾക്കരുത്. അങ്ങനെ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കുവിൻ. മ്ലേച്ഛവും വ്യർത്ഥ ഭാഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ല. പകരം കൃതജ്ഞതാ സ്വസ്ത്രമാണ് ഉചിതം. വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ആരും അർത്ഥശൂന്യമായ വാക്കുകൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇവ മൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം നിബദിക്കുന്നു. അതിനാൽ അവരുമായി സമ്പർക്കമരുത്. ഒരിക്കൽ നിങ്ങൾ അന്ധകാരത്തിലായിരുന്നു, ഇന്ന് നിങ്ങൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നു. പ്രകാശത്തിൻ്റെ മക്കളെപ്പോലെ വർത്തിക്കുവിൻ. പ്രകാശത്തിൻ്റെ ഫലം സകല നന്മയിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവവചനം ഓർമ്മപ്പെടുത്തുക, നമ്മൾ അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് ഈ ലോകത്തെ വ്യതിചലിക്കുന്ന ഒരു കാലഘട്ടമാണ്. വ്യഭിചാരത്തിനും ദുർബോധത്തിനും തിന്മയ്ക്കും അത്യാഗ്രഹത്തിനും വേണ്ടി ഓടി നടന്ന് അവസാന നിമിഷത്തിൽ ഫലം പുറപ്പെടുവിക്കാത്ത അത്തിവൃക്ഷങ്ങളെപ്പോലെ നശിക്കുന്ന അനേകരുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധരെ ആവശ്യമുണ്ട്. സഭയ്ക്കിന്ന് വിശുദ്ധരെ ആവശ്യമുണ്ട്. എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യം നമ്മൾ മറക്കരുത്. വിശുദ്ധിക്ക് മാത്രമേ മനുഷ്യനെ ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ലോക യുവജന ദിനത്തിൽ 2004 ഇങ്ങനെ പറഞ്ഞത്: സഭയ്ക്ക് വിശുദ്ധരെ ആവശ്യമുണ്ട്. എല്ലാ വിശുദ്ധിയിലേക്കും വിളിക്കപ്പെട്ടവരാണ് എല്ലാ മനുഷ്യരും. വിശുദ്ധർക്ക് മാത്രമേ മനുഷ്യത്വത്തോടെ പുതുക്കിപ്പണിയാൻ, ലോകത്തെ പുതുക്കിപ്പണിയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് വിശുദ്ധനായ ജോൺ പോൾ മാർപ്പാപ്പയുടെ വാക്കുകൾ നമുക്ക് ഹൃദയത്തിലെടുക്കാം. നമുക്ക് കരങ്ങൾ കൂപ്പാം. കർത്താവെ, 5 ദൈവിക പുണ്യങ്ങളിലേക്ക് ഞങ്ങൾ നയിക്കുന്ന ഈ വിശുദ്ധി എന്ന ബെനിഫിറ്റ്, വിശുദ്ധി കൊണ്ട് ഞങ്ങൾക്ക് നേടാവുന്ന, ഈ ലോകത്ത് നേടാവുന്ന എല്ലാ കൃപകളും സ്വന്തമാക്കാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ നിത്യജീവൻ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും ഈ 5 ദൈവിക പുണ്യങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന വിശുദ്ധി എന്ന ദൈവകൃപയിലേക്ക് നയിക്കപ്പെടുവാനും ഫലമുള്ളവരായി ജീവിക്കുവാൻ, പരിശുദ്ധ അമ്മയെപ്പോലെ സകല വിശുദ്ധരെ പോലെ ദൈവരാജ്യത്തിനും ദൈവമക്കൾക്കും വേണ്ടി ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഈ ദിനം കൃപ നൽകി അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.